പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലും നമ്മളിപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ, നിങ്ങളേറെ സംസാരിക്കുന്ന, നിങ്ങളേറെ പറയുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള, ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും അധികം സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്ന, എത്ര പറഞ്ഞാലും കൊതി തീരാത്തൊരു അത്ഭുതം നിങ്ങൾ അനുഭവിക്കുന്ന, ദൈവപ്രവൃത്തി നിങ്ങൾ അനുഭവിക്കുന്ന നല്ല സമയമായി മാറുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കേൾപ്പിക്കുവാൻ പോകുന്ന വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഒപ്പമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതാൻ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നാട്ടെ. നിങ്ങൾ എവിടെ, ലോകത്തിൻ്റെ ഏത് അറ്റത്തായിരുന്നാലും, ഏത് അവസ്ഥയിലായിരുന്നാലും, നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും, ഒരുപക്ഷെ നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരിക്കത്തില്ല നിങ്ങൾ. കാരണം അത്രമാത്രം നിരാശപ്പെടുത്തുന്നതും വേദനപ്പെടുത്തുന്നതും കരയിപ്പിക്കുന്നതുമായ ചിലർ അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദേവദാസനെ, ഇന്ന് വരെ നല്ലതൊന്നും ഞങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല, നല്ലതൊന്നും കണ്ട് ആ നല്ലതിൽ സന്തോഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനിയൊരു നല്ലതിനെക്കുറിച്ച് പ്രതീക്ഷിക്കുവാനോ ആശിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം നിങ്ങൾ. ഇനി ഇത് മതി, ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോയാൽ മതി, ജീവിച്ച് ജീവിതമൊന്ന് തീർക്കണമല്ലോ എന്ന് പറഞ്ഞ് നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത, ആഗ്രഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലുമായിരിക്കാം. തിരക്കേറിയത് കൊണ്ട് പിന്നെ ആകട്ടെ വേണം, ചിലത് ജീവിതത്തിൽ വേണം, ഒന്ന് മാറണ്ടേ, ഒരു മാറ്റമൊക്കെ ഉണ്ടാകണ്ടേ, മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കണ്ടേ, ചിലതൊക്കെ പ്രാപിച്ച് തിരക്കൊന്ന് കഴിയട്ടെ, അങ്ങനെ ചിന്തിച്ചായിരിക്കുന്നവരുമായിരിക്കാം. പല ഇടങ്ങളിൽ ഭവനങ്ങൾക്കകത്തായിരിക്കുന്നവരായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കുന്നവരായിരിക്കാം, യാത്രകളിലായിരിക്കുന്നവരായിരിക്കാം, നഷ്ടപ്പെട്ടവരായും നേടിയവരായും ദുഃഖിതരായും സന്തോഷം അനുഭവിക്കുന്നവരായും കരയുന്നവരായും ആ ദൈവസ്നേഹം ഒന്ന് അടുത്തറിയുവാൻ വേണ്ടി ഇങ്ങനെ പല നിലകളിലായിരിക്കുന്നവരായിരിക്കാം. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ, കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ പ്രൈസ് ദി ഫാമിലി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പല വ്യക്തികളുടെ ജീവിതത്തിൽ കാണുകയും കേൾക്കുകയും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുകയും ചെയ്യുന്ന അത്ഭുതം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ദൂത് ഇതാണ്: പിശാചിനും മനുഷ്യർക്കും പൊളിച്ചു കളയുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ചില പണികളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു പിശാചിനും ഒരു മനുഷ്യനും തകർത്ത് കളയുവാൻ കഴിയാത്ത വിധത്തിലുള്ള ചിലതിനെ എൻ്റെ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തരും. വിശ്വസിക്കുന്നവർ രാമേൻ പറയും. നിന്റെ ജീവിതത്തിൽ പിശാച് പൊളിച്ചു കളഞ്ഞ, പിശാച് തകർത്ത് കളഞ്ഞ, പിശാച് കവർന്നെടുത്ത പല അനുഭവങ്ങൾക്ക് മുൻപിലും, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് മുമ്പിലും നല്ലതൊന്നും ആഗ്രഹിക്കുവാനും പ്രതീക്ഷിക്കുവാനും കഴിയാതെ ആയിരിക്കുന്ന നിന്നോട് തന്നെ ഇനി പിശാചിന് തൊടുവാൻ കഴിയാത്ത ചിലത് എൻ്റെ യേശു നിനക്ക് തരും. ആ ദുഷ്ട മനുഷ്യർക്ക് അവർ വിചാരിച്ചതുകൊണ്ട് നിന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. ആ സാഹചര്യം പിശാച് ഒരുക്കിയത് കൊണ്ട് നീ ജോലിയില്ലാത്തവനായി തീർന്നു. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം പിശാച് അവിടെ ആ തൊഴിലിടത്തിൽ ഒരുക്കി നിന്നെ ഒറ്റപ്പെടുത്തി. എല്ലാവരും ഒരു പക്ഷം ചേർന്നു, നീ മാത്രം ഒറ്റയ്ക്കായി. പിശാച് തകർത്ത് കളഞ്ഞു. ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം. എല്ലാവരും ജോലി ചെയ്ത് സന്തോഷത്തോടെ റൂമിനകത്ത് വന്ന് അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നീ മാത്രം ദുഃഖിച്ച് നിരാശയോടെ ഭയപ്പാടോടെ നാളെ എന്താകും അவ்விധത്തിൽ നാളെ ജോലി കാണുമോ, നാളെ എനിക്ക് ജോലി കിട്ടുമോ, അടുത്ത മാസം എനിക്ക് വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ കഴിയുമോ, എൻ്റെ മക്കളുടെ ഫീസ് കൊടുക്കുവാൻ കഴിയുമോ, ലോൺ അടയ്ക്കുവാൻ കഴിയുമോ, EMI അടയ്ക്കുവാൻ കഴിയുമോ, ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. കേൾക്ക്, പിശാചിന് പൊളിച്ചു കളയുവാൻ കഴിയാത്ത, പിശാചിന് കവർന്നെടുക്കുവാൻ കഴിയാത്ത
ചിലതിനെ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരും വരുമാന മാർഗമായി. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അതെ ഒരു പിശാചിനും, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ഒരു പിശാചിനും കവർന്നെടുക്കുവാൻ കഴിയാത്തത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ നിങ്ങൾ ഈ പറയുന്നതിന് എന്താണ് തെളിവ്? വിശുദ്ധ വേദപുസ്തകമാണ് തെളിവ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ താഴേക്ക് ക്രമാനുഗതമായി നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കേറെ സുപരിചിതമായ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. പത്രോസ് എന്ന ഗലീല കടലിൻ്റെ ആഴങ്ങൾ അറിയുന്ന, തിരയിളക്കങ്ങൾ അറിയുന്ന മുക്കുവൻ മത്സ്യബന്ധന തൊഴിലാളി ഒരു പകൽ മുഴുവൻ വലയിറക്കി, രാത്രി മുഴുവൻ അധ്വാനിച്ചു. പക്ഷേ അവൻ്റെ വലയിൽ കയറുവാനുള്ളത് മറ്റെവിടേക്കോ. അത് തന്നെ തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി തൻ്റെ വലയ്ക്കകത്ത് ലഭിക്കേണ്ടത് ലഭിക്കാതെ പരാജിതനായി, നിരാശനായി, തളർന്നവനായി വല കഴുകി മടക്കുന്ന പത്രോസ്, കേൾക്കണമേ, നിങ്ങൾ ഇന്ന് കേട്ട ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന സാക്ഷാൽ ദൈവം പത്രോസിൻ്റെ അടുക്കൽ കടന്നുപോയി. പത്രോസേ, ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്. ഇനി നിന്റെ വലയ്ക്കകത്ത് കയറുവാനുള്ളതിനെ ഒരു പിശാചിനും പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഇനി നിന്റെ അക്കൗണ്ടിൽ കയറുവാനുള്ളതിനെ, ഇനി നിന്റെ പേഴ്സിനകത്ത് ഇരിക്കുവാനുള്ളതിനെ, ഇനി നിന്റെ ഭവനത്തിനകത്ത് ഇരിക്കുവാനുള്ളതിനെ ഒരു പിശാചിനും ഒരു മനുഷ്യനും അവകാശമാക്കുവാൻ പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സഹോദരി സഹോദര, ഇനി നിന്റെ പേഴ്സിനകത്ത് ഇരിക്കേണ്ടതിന്, ഇനി നിന്റെ അക്കൗണ്ടിൽ ഇരിക്കേണ്ടതിന്, ഇനി നിന്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതിന്, ഇനി നിനക്കും നിന്റെ മക്കൾക്കും നന്മയായി തീരുന്നതിന് ഒരു പിശാചിനും പിടിച്ചെടുക്കുവാൻ, കവർന്നെടുക്കുവാൻ കഴിയത്തേയില്ല. അത് ഒരു മനുഷ്യൻ വിചാരിച്ചാലും നിന്റെ ആ തൊഴിലിനെ, താങ്ക് യു ലോർഡ്, ഇന്ന് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന നിനക്ക് എൻ്റെ യേശു തരുന്ന തൊഴിലിനെ കവർന്നെടുക്കുവാൻ കഴിയത്തേയില്ല. ശമ്പളം തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തേയില്ല. ലഭിക്കേണ്ടത് തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തേയില്ല. അவ்விധത്തിലൊന്ന് യേശു ഇന്ന് നിന്റെ ജീവിതത്തിൽ തരും. ആമേൻ. നീ ആയിരിക്കുന്ന ആ രാജ്യത്ത് ഒരുപക്ഷെ സ്ഥാപനത്തിൻ്റെ അവസ്ഥ നിനക്കൊരു ജോലി തരുവാൻ കഴിയുന്നൊരു അല്ല. ഉള്ളവരെ കൂടെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ നിനക്ക് ഇനി ജോലി, നിനക്ക് പ്രതീക്ഷയില്ല. നീ പ്രതീക്ഷിക്കാത്തത് ഇന്ന് എൻ്റെ യേശു ചെയ്യും. വിശ്വസിക്കുവാൻ തയ്യാറാണോ സഹോദരി? ഇന്ന് എൻ്റെ യേശു നിനക്ക് വേണ്ടി ഒരത്ഭുതത്തെ പ്രവർത്തിക്കും. പിശാചിന് കവർന്നെടുക്കുവാൻ കഴിയാത്ത, മനുഷ്യർക്ക് അടച്ചു കളയുവാൻ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക്. കർത്താവ് അതങ്ങനെ ചെയ്യുന്ന ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനും തടസ്സപ്പെടുത്തുവാൻ കഴിയാത്ത, ഒരു പിശാചിനും കവർന്നെടുക്കുവാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകിയ മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കൾക്ക് നിരാശയോടെ, ഭാരത്തോടെ ഒത്തിരി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു, നല്ലൊരു ജോലി കിട്ടാതെ കടം വാങ്ങി പഠിപ്പിച്ചു, കടം പെരുകിക്കൊണ്ടേയിരിക്കുന്നു. അയ്യോ, ഓർക്കാൻ കൂടെ വയ്യ. അങ്ങനെ ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, അതേ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ജോലി നിന്റെ തലമുറകൾക്ക് നൽകുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ. ഇന്നലകളിൽ പലതും കിട്ടിയതാ, പക്ഷെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. അർത്ഥം പിശാചും മനുഷ്യരും അതിനെ കവർന്നെടുത്തു. ഇന്നലകളിൽ പലതും കിട്ടിയതാ, പക്ഷേ അതുകൊണ്ട് ബാധ്യത തീർക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവരുടെ ഭാവി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. ചെറിയ വരുമാനം, ചെറിയ ജോലി, അസ്ഥിരമായ ജോലി, സ്ഥിര വരുമാനമുള്ള ജോലി നൽകി നിന്റെ തലമുറകളെ എൻ്റെ ദൈവം അവിടെ അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പിശാചിനെ കവർന്നെടുക്കുവാൻ കഴിയാത്ത, പിശാചിന് ഒതുക്കുവാൻ കഴിയാത്ത, പിശാചിന് തകർത്ത് കളയുവാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട വഴികളെ എൻ്റെ ദൈവം പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന മാതാവേ, നിന്റെ തലമുറകൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. നോക്കൂ, പത്രോസിൻ്റെ വലയ്ക്കകത്ത് കയറിയത്, വല കീറുമാറായിട്ടും പടക് മുങ്ങുമാറായിട്ടും അത് പത്രോസിൻ്റെ തന്നെ ആയതുപോലെ. സ്തോത്രം. പ്രതിസന്ധികൾ വരാം, എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയപ്പെടുന്ന അവസ്ഥ. അതേ സഹോദര, നിന്നോടാ, നീ ഇന്നായിരിക്കുന്ന അതേ അവസ്ഥ തന്നെ. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകുവാനുള്ളതല്ല, എൻ്റെ യേശു നിനക്ക് തന്നതാ. ആമേൻ. സ്തോത്രം. അതേ, അത് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. കാരണം യേശു തന്നതാ. അത് വല പൊപ്പിച്ച് ചാടി പോകത്തില്ല. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് നിന്റെ വലയിൽ നിന്ന് എസ്കേപ്പ് ആകുവാൻ കഴിയത്തേ
ഇല്ല. അവൻ പിശാചിന് പൊളിച്ച് കളയുവാൻ കഴിയാത്തത്. പത്രോസിനോട് യേശു പറയുക, പത്രോസേ, ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അഥവാ പിശാചിന് അതിനെ പൊളിച്ചു കളയുവാൻ കഴിയത്തേയില്ല. എൻ്റെ യേശു, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നിങ്ങളുടെ കുടുംബ ജീവിതത്തെ പണിയും, പിശാചിന് പൊളിച്ചു കളയുവാൻ കഴിയാത്ത വിധത്തിൽ, ചില മനുഷ്യർക്കും അവരുടെ വാക്കുകൾക്കും പൊളിച്ചു കളയുവാൻ കഴിയാത്ത വിധത്തിൽ, സ്നേഹത്തിൽ ഐക്യതയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കുടുംബത്തെ പൊളിച്ച് കരയിപ്പിക്കുന്ന, അതേ കരയുക, സ്തോത്രം, കണ്ണുനീരോടെ ഭാരത്തോടെ നീ ആയിരിക്കുക. എന്നാലും അവളങ്ങനെ പറഞ്ഞല്ലോ, അവനങ്ങനെ പറഞ്ഞല്ലോ, അവനത് പറഞ്ഞതുകൊണ്ട്, അവനങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ ജീവിതം ഇതാ നരകതുല്യമായി തീർന്നിരിക്കുന്നു. തകർന്നുപോയി, കുടുംബം തകർന്ന്, ഭർത്തൃ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട്, ആട്ടി ഓടിക്കപ്പെട്ട്. അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന അതാ, സഹോദരി, നീ ആട്ടി ഓടിക്കപ്പെട്ടു. നിന്റെ ഭവനത്തിനകത്ത് നിന്നെ ആട്ടിയിറക്കി, നിന്റെ ഭർത്താവിൻ്റെ ഭവനത്തിനകത്തുനിന്ന് നിന്നെ ആട്ടിയിറക്കി, നിന്നെ അപമാനിച്ചു. സ്തോത്രം, നീ പുറത്ത് പറഞ്ഞിട്ടില്ല, ഉള്ളം നേറിയിരിക്കുക. സ്തോത്രം, ആമേൻ. കേൾക്ക്, അவ்விധത്തിൽ പിശാച് പൊളിച്ചു കളഞ്ഞതിന് ഇനി പിശാചിനോ ആ ദുഷ്ട മനുഷ്യർക്കോ നോട്ടമിടുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ യേശു തിരികെ നൽകും. താങ്ക് യു ലോർഡ്. വിശ്വാസത്തോടെ കേൾപ്പിച്ച വചനത്തിനു മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്ന നിന്നോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഇനി അവരുടെ വാക്കുകൾക്ക് നിന്റെ കുടുംബത്തെ തകർക്കുവാൻ കഴിയത്തില്ല, നിന്റെ ഭർത്താവിനെ സ്വാധീനിക്കുവാൻ കഴിയത്തില്ല, നിന്റെ ഭാര്യയെ സ്വാധീനിക്കുവാൻ കഴിയത്തില്ല, നിങ്ങളെങ്ങനെ രണ്ട് പാത്രമാക്കി തീർക്കുവാൻ കഴിയത്തില്ല. ഒരുമിച്ച് ചേർത്ത് എൻ്റെ ദൈവം പണിയുക, സന്തോഷത്തിൽ പണിയുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ കണ്ണുനീരിന്, നിന്റെ നിലവിളിക്ക് എൻ്റെ യേശു അറുതി വരുത്തുക. ആമേൻ, സ്തോത്രം. ആ വക്കീൽ വിചാരിച്ചാൽ, ആ കോടതി വിചാരിച്ചാൽ, ദൈവം ചേർത്ത് വെച്ച നിന്നെയും നിന്റെ ഭർത്താവിനെയും വേർപിരിക്കുവാൻ കഴിയത്തില്ല. അവൻ്റെ ബന്ധുക്കൾ വിചാരിച്ചാൽ, അവളുടെ ബന്ധുക്കൾ വിചാരിച്ചാൽ, സ്തോത്രം, കഴിയത്തില്ല. കാരണം വചനം പറയുന്നു, വചനം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം നിന്റെ കുടുംബ ജീവിതത്തെ പണിയും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ, സ്തോത്രം. എന്തുകൊണ്ടാണ് പത്രോസിനോട് യേശു അത് പറഞ്ഞേ? കാരണം ഒരു വലിയ കൂട്ടത്തിൽ കാണാത്തതൊന്ന് പത്രോസിൽ യേശു കണ്ടു. എന്താണ്? വെളിപ്പാട്. യേശു ചോദിക്കുക, ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്നിട്ട് 13 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, എന്നെ ആരെന്ന് ഇവരൊക്കെ പറയുന്നു. പലരും പലതും പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. എന്നാൽ പത്രോസ് ചാടി മുൻപോട്ട് വന്ന് പറയുക, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെ, നീ സാക്ഷാൽ ദൈവമാണ്. നോ ഡൗട്ട്, എനിക്ക് സംശയമില്ല, നീ സാക്ഷാൽ ദൈവമാണ്. അതെ, ഈ സമയം ഉറച്ചു വിശ്വസിക്കുവാൻ തയ്യാറാണോ? നീ കേട്ടുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമാണ്. നീ ആശ്ചര്യത്തോടെ നോക്കുന്ന, മരണത്തിനായി ശരീരം വാഞ്ചിക്കുമ്പോഴും മരണത്തിലേക്ക് പോകാതെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്ന മനോഹരമായ ഈ ലോകത്തെ സൃഷ്ടിച്ച്, ഈ ലോകത്തെ ഇങ്ങനെ പരിപാലിക്കുന്ന, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുവാൻ തയ്യാറാണോ? നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ, അതേ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എൻ്റെ യേശു പണിയും. ഇനി പിശാചിന് പൊളിച്ചു കളയുവാൻ കഴിയത്തില്ല. അതേ ദേശത്തിലെ മന്ത്രവാദിക്കും ആഭിചാരകനും ക്ഷുദ്ര പ്രയോഗകനും തകർത്ത് കളയുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ തലമുറയുടെ ഭാവിയെ എൻ്റെ യേശു പണിയും. ആമേൻ. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. മാതാവേ, നിന്റെ തലമുറയുടെ ഭാവിയെ 2 വട്ടം പിശാച് പൊളിച്ചു കളഞ്ഞു. ഇന്ന് അവൾ പറയുന്നുണ്ട്, വേണ്ട, എനിക്കൊരു വിവാഹം വേണ്ട. അതിലോട്ട് സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നിന്നോട് ആലോചന പറയുക. ആ പരാജയം നിന്റെ തലമുറയുടെ അവസാനമല്ല. ഇന്നലകളിൽ പിശാചും മനുഷ്യരും പൊളിച്ചുവെങ്കിൽ പൊളിക്കുവാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി എൻ്റെ കർത്താവ് നിന്റെ തലമുറയെ മാനിക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ചില വാക്കുകളാണ്, അതെ, നിന്റെ തലമുറയുടെ വിവാഹം തകർന്നു പോകുവാൻ, നിന്റെ തലമുറയുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമായ ചില വാക്കുകളുണ്ട്. പൊളിച്ചു കളയുന്നവരുടെ വാക്കുകൾ, തകർത്ത് കളയുന്നവരുടെ വാക്കുകൾ, ചില കൂട്ടുകെട്ടുകൾ, ചില ശീലങ്ങൾ. അതവേ, നിന്റെ മകൻ്റെ ഭാവി തകർന്നത്
അവൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചിട്ട് പോയത്. എന്താ ഇപ്പം കൂടെ ഉണ്ടെന്നോ? അതെ, കൂടെയുണ്ട്. പക്ഷേ നീ ചോദിക്കേ, അവൻ പറയും ഇങ്ങനെ ഒരുമിച്ച് ഇനി അധികം നാൾ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ആ പൊളിയപ്പെടലിന് കാരണമായതിനെ പൊളിക്കുവാൻ ആ പൊളിയപ്പെടലിന് കാരണമായ പിശാചിനും മനുഷ്യനും ചില കൂട്ടുകെട്ടുകൾക്കും ശീലങ്ങൾക്കും പൊളിക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം അനുഗ്രഹിതമായി നിന്റെ തലമുറയുടെ ഭാവിയെ പണിയും, അവൻ്റെ കുടുംബജീവിതത്തെ പണിയും. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മാതാവേ, നീ അത് കാണുവാൻ പോവുകയെ. ഇന്ന് യേശു അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക് താങ്ക് യു ലോർഡ്. യേശുവേ, വാത്സല്യ മാതാവിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ആ പണിയപ്പെടുന്ന അനുഭവം വെളിപ്പെടുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. പൊളിച്ചു കളഞ്ഞു, അവൻ്റെ വിദ്യാഭ്യാസത്തെ തകർത്തു, അവൻ്റെ നല്ല സ്വഭാവത്തെ തകർത്തു, അവളുടെ സ്നേഹത്തെ തകർത്തു കളഞ്ഞു, കൊള്ളാത്തവളാക്കി മറ്റുള്ളവർക്ക് നല്ലതൊന്നും പറയുവാൻ ഇല്ലാത്തവനുമാക്കി നിന്റെ തലമുറകളെ മാറ്റി, നിന്റെ തീരാ കണ്ണുനീരിൽ തള്ളിയിട്ടു. അയ്യോ, നശിച്ച ജീവിതം. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇതുവരെ കഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇതുവരെ ജീവിച്ചു. പക്ഷേ അവരുടെ മുൻപോട്ടുള്ള ജീവിതം തകർന്നു പോയി, അവരുടെ വിദ്യാഭ്യാസം തകർന്നു, അവരുടെ ജീവിതം തകർന്നു, നഷ്ടപ്പെട്ടു. കേൾക്ക്, ഇനി പിശാചിന് തൊടുവാൻ കഴിയാതെ അവരുടെ വിദ്യാഭ്യാസത്തെ എൻ്റെ കർത്താവ് പണിയും. ആ കോഴ്സ് പൂർത്തീകരിക്കപ്പെടും. സഹോദര, ആ കോഴ്സ് പൂർത്തീകരിക്കപ്പെടും. പകുതി വഴിയിൽ സ്തോത്രം പരിഹാസപാത്രമായി, സ്തോത്രം, ആ വാക്ക് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് ഡ്യൂട്ടി എന്ന്, ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പരിഹസിച്ച് ചോദിക്കുമെന്ന സ്തോത്രം. ആമേൻ. നിനക്കതറിയാം. ചുറ്റുമുള്ളവർ അങ്ങനെയാണ്, അവർ പരിഹസിക്കുവാൻ അവസരം നോക്കിയിരിപ്പുണ്ട്. കാരണം അങ്ങനെ അവളാകാതെ, സ്തോത്രം, അവൾ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ, അവൻ ആ കോഴ്സ് പൂർത്തിയാക്കാതെ, അവൻ ആ രാജ്യത്ത് തുടരാതെ, സ്തോത്രം, ഇട്ടിട്ട് ഓടുവാൻ തക്കവണ്ണം, ഭ്രാന്ത് പിടിച്ചോടുവാൻ തക്കവണ്ണം, മുടി വലിച്ച് പറിച്ച് ഒരു ഭ്രാന്തിയെ പോലെ, സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, സ്തോത്രം, ഒരു മകളെ കാണിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ഒരു ഭ്രാന്തിയെ പോലെ മുടിയൊക്കെ വലിച്ചു പറിച്ച്, എനിക്കിനി വയ്യ, എനിക്കിനി പഠിക്കുവാൻ വയ്യ, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് മരിച്ചാൽ മതിയെന്ന് ഓടുന്ന അവസ്ഥ. മീൻസ് അവളെ ഓടിക്കുമാറാക്കുന്ന അവസ്ഥ. അവളുടെ സ്തോത്രം, അവളുടെ കരിയറിനെ തകർത്ത, സ്തോത്രം, ആ പിശാചിനെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവളുടെ കരിയറിനെ ദൈവം പണിതുയർത്തുക. താങ്ക് യു ലോർഡ്. അവൾ ആ ഡിഗ്രിക്കാരിയായി പുറത്തു വരുവാൻ പോകുക. മാതാവേ, സ്തോത്രം, വേണ്ട, എനിക്കിനി പഠിക്കണ്ട, എനിക്ക് പറ്റത്തില്ല, എനിക്ക് അവിടെ ജോലി ചെയ്യുവാൻ കഴിയത്തില്ല. അതേ, സ്തോത്രം, ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ, സ്തോത്രം, നിന്നോടാ ആയിരിക്കുന്ന രാജ്യത്ത് നീ അടുത്തില്ല. ആമേൻ. സ്തോത്രം. അവൻ ജോലിക്ക് പോകുന്നില്ല, മുറിക്കകത്ത് കിടക്കുക. സ്തോത്രം. എന്തോ ഒരു വാശി പോലെ. സ്തോത്രം. അറിയാത്ത ദേശമാണ്. നീ കരയുക, നിന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, എന്തായിത്തീരും, നീ വല്ലാതെ ഭാരപ്പെടുക. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു വിശ്വാസത്തോടെ പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥിക്കുന്ന മാതാവേ, ആ തകർച്ച നിന്റെ കുടുംബത്തിനകത്ത് കടന്നു വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തെ എൻ്റെ ദൈവം പണിയും. ആമേൻ. അவ்விധത്തിൽ അവനെ ഒതുക്കിയ, അവനെ തകർത്ത ആ പ്രവൃത്തിക്ക് കാരണമായവർ തന്നെയാണ് ചോദ്യം ചോദിക്കുവാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, ദൈവദാസനെ, അവരങ്ങനെ ചോദിച്ചതുകൊണ്ട്, അവരങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ തലമുറകളുടെ ജീവിതം ഇவ்விധത്തിൽ നശിക്കുന്നത്? അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് പകുതി വഴിയിൽ അവസാനിക്കുന്നത്? അതേ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, പ്രിയരെ, നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത അത്ര വിധത്തിൽ മ്ലേച്ഛകരമായ ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും കർമ്മങ്ങളും ചെയ്യുന്നവർ ഉണ്ട്. ആമേൻ. പിശാചിനാൽ പിടിക്കപ്പെട്ട ദുഷ്ടമനുഷ്യർ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായി. പലരും പറയുന്നതാണ്, ദൈവദാസനെ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? ആ ചോദ്യം അവിടെ വച്ചിട്ട് ഇപ്പുറത്തേക്ക് നോക്ക്. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? ആ ചോദ്യത്തിന് ഉത്തരമാണ് നീ മാറ്റിവെച്ചത്. ആമേൻ. സ്തോത്രം. ഇങ്ങനെയൊക്കെ പലരും ചെയ്യും. അസൂയ നിറഞ്ഞവർ ചെയ്യും. അതെ, നിൻ്റെ കുടുംബത്തിന് വിരോധമായി, നിൻ്റെ മക്കൾക്ക് വിരോധമായി, നിൻ്റെ ഭർത്താവിന് വിരോധമായി, നിൻ്റെ ഭാര്യയ്ക്ക് വിരോധമായി, നിങ്ങളുടെ നന്മകൾക്ക് വിരോധമായി ചെയ്യുന്നവരുണ്ട്. അവർക്ക് പൊളിച്ചു കളയുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്തോടെ ദിവസനിലായിരിക്കുന്ന നിനക്ക് വേണ്ടി
പണിയും. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ചിലത് നല്ലത്, പിശാചിന് കവരുവാൻ കഴിയാത്ത നല്ലത് എൻ്റെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ തരും. ഇനി നിങ്ങളുടെ ആരോഗ്യത്തെ തകർത്ത് കളയുവാൻ പിശാചിന് കഴിയത്തേയില്ല. എന്നും രോഗമാണ്, എപ്പോഴും രോഗമാണ്, നശിച്ച രോഗം, നശിച്ച അവസ്ഥ. അയ്യോ കേൾക്ക്, ഇനി നിന്നെ രോഗിയാക്കുവാൻ, നിന്റെ ചില അവയവങ്ങളെ തകർത്ത് കളയുവാൻ. സ്തോത്രം. അതാണ് ഡോക്ടർ പറഞ്ഞ വാക്ക്. ആക്ച്വൽ വേർഡ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നുണ്ട്. ആ അവയവം, ആ ഇന്റേണൽ ഓർഗൻ തകർന്നു പോയി. യെസ്, ആമേൻ. സ്തോത്രം. ആ തകർന്നതിനെ യേശു പണിയുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ തകർന്ന ഇന്റേണൽ ഓർഗനെ യേശു പണിയുക. സ്തോത്രം. തകർന്ന അവയവത്തെ, നിന്നെ രോഗിയാക്കുന്ന തകർന്ന അവയവത്തെ, നിന്റെ തലമുറയെ നിത്യരോഗിയാക്കുന്ന തകർന്ന അവയവത്തെ എൻ്റെ യേശു പണിയുക. ആമേൻ. നിന്റെ തലമുറയുടെ ഉദരത്തിനകത്ത് ഒരു ജീവൻ തുടിക്കാതെ വണ്ണം തകർന്ന യൂട്രസിനെ യേശുവിൻ നാമത്തിൽ എൻ്റെ യേശു പണിയുക. പ്രാർത്ഥിക്കും മാതാവേ. സഹോദരി ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. തകർന്ന യൂട്രസിനെ യേശു പണിയുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഇനി ഒരു പിശാചിനും അതിനെ പൊളിച്ചു കളയുവാൻ കഴിയത്തേ ഇല്ല. സ്തോത്രം. കാരണം ഡോക്ടറിന് അറിയത്തില്ല എങ്ങനെ ഇത് സംഭവിച്ചു. ആമേൻ. നീയും പിന്നിലേക്ക് നോക്കി അങ്ങനെ തകരാൻ മാത്രം. ആമേൻ. സ്തോത്രം. അല്ല, സ്തോത്രം. അതിനെ തകർത്തു. ആമേൻ. നിന്റെ കുടുംബത്തിനകത്ത് ഇനിയൊരു തലമുറ ഉണ്ടാകരുത്. നിന്റെ കുടുംബത്തിനകത്തൊരു വർധനം ഉണ്ടാകരുത്. നോക്കി, അതിനുവേണ്ടി പിശാച് എന്തെല്ലാം ചെയ്തു. സ്തോത്രം. ഇന്ന് ആ പ്രവർത്തികൾക്ക് അറുതി ഉണ്ടാകുവാൻ പോകുക. ആമേൻ. സ്തോത്രം. പിശാചിനും മനുഷ്യനും തകർക്കുവാൻ കഴിയാത്ത ശുശ്രൂഷ നിനക്ക് തന്ന് ശുശ്രൂഷക എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. സ്തോത്രം. ഇന്നലകളിൽ പിശാചും മനുഷ്യനും എണ്ണം പറഞ്ഞ് തകർത്തു, ദിവസങ്ങൾ പറഞ്ഞ് തകർത്തു, സമയങ്ങൾ പറഞ്ഞ് തകർത്തു. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഇനി അവർക്ക് തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ആമേൻ, ഇനി അവർക്ക് തകർക്കുവാൻ മനുഷ്യനാകട്ടെ പിശാചിനാകട്ടെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ യേശു നിന്റെ കുടുംബജീവിതത്തെ, നിന്റെ ശുശ്രൂഷയെ പണിയും. സ്തോത്രം. ആമേൻ. ആ ബിസിനസ്സിനെ പണിയും. ആ ദേശത്ത്, സ്തോത്രം, പലവരും തകർത്തതാ. അതെ, പലവരും മാറി പല സ്ഥാപനങ്ങൾ നടത്തി, പല സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങൾ നടത്തി. ആമേൻ. സ്തോത്രം. ആ വിധത്തിൽ കണ്ണുനീരോടെ ആയിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. ഇനി ഒളിച്ചു കളയുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം നിങ്ങൾക്കായി ഒരു സ്ഥാപനത്തെ പണിയുക. താങ്ക് യു ലോർഡ്. നിങ്ങൾക്കായി ഒരു ബിസിനസ്സിനെ പണിയുക. കാരണം നീ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണെന്ന് നീ തിരിച്ചറിഞ്ഞിരിക്കുന്നു, നീ വിശ്വസിക്കുന്നു, നീ ദൈവസേനയിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇനി ഞാൻ ദൈവശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. ഇനി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഇനി അതെ, നിന്റെ ജീവിതത്തിൽ പിശാചിന് പ്രവർത്തിക്കുവാൻ കഴിയത്തേ ഇല്ല. ആമേൻ. സ്തോത്രം. ആ തകർക്കുവാൻ കഴിയുന്നതിനെ റീപ്ലേസ് ചെയ്ത് തകർക്കുവാൻ കഴിയാത്തതിനെ, ഒരിക്കൽ കൂടി പറയട്ടെ, മനുഷ്യനും പിശാചിനും തകർക്കുവാൻ കഴിയുന്നതിനെ റീപ്ലേസ് ചെയ്ത് മനുഷ്യനും പിശാചിനും തൊടുവാൻ കഴിയാത്തതിനെ നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തരും. നിന്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും എൻ്റെ ദൈവം തരും. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരുന്നാട്ടെ. തളർന്നു പോകാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക, തളർന്നു പോകാതിരിക്കുവാൻ ഉപവസിക്കുക. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി നിങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏതവസ്ഥയിലായിരുന്നാലും നിങ്ങളുടെ ശരിയായ പ്രാർത്ഥന ഉപവാസ പങ്കാളിയായി പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക, നമുക്കൊരുമിച്ച് ചേർന്ന് നിൽക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച് ലൈവായി പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ലൈവായി തന്നെ നിങ്ങൾ അത്ഭുതം കാണും. രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്തു പോകും, ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും, അത്ഭുതങ്ങൾ കാണും. വരുന്ന ആഴ്ചകൾ നിങ്ങളുടെ സാക്ഷ്യമായി അത് മാറും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ
പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് തകർക്കപ്പെട്ടവരായി നല്ലതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ വേദനയിലായിരിക്കുന്നുവോ അവിടെ നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുവാനും പൊളിച്ചു കളയുവാനും പിടിച്ചെടുക്കുവാനും കഴിയാത്ത വിധത്തിലുള്ള ദൈവിക നന്മകളെ അനുഭവിക്കുവാനും അവസരമുണ്ട്. കടന്നു വരുവാൻ കഴിയുന്ന സ്ഥാനത്ത് മറ്റൊരാലയത്തിൽ കടന്നു പോകാതെ ആയിരിക്കുന്നുവെങ്കിൽ കുടുംബമായി പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുടെ വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിളയിൽ താന്നിമൂട് MS പ്ലാസയുടെ താഴെ പഴയ സുമംഗലി ഓഡിറ്റോറിയത്തിന് മുൻപിൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക. പണിയപ്പെടലിൻ്റെ ആ ദൈവിക അനുഭവങ്ങൾ അനുഭവിച്ച് തന്നെ അറിയുക. വലിയ ദൈവപ്രവൃത്തി നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സഭയെ പിശാചിന് പൊളിച്ചു കളയുവാനും തകർക്കുവാനും മുടിക്കുവാനും കവർന്നെടുക്കുവാനും കഴിയുന്ന സ്തോത്രം കർത്താവേ, ഇവരുടെ നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായ അനുഭവങ്ങളെ മാറ്റി പിശാചിന് തൊടുവാൻ കഴിയാത്ത അനുഭവങ്ങളെ ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കൊണ്ടുവന്ന കൃപയ്ക്കായി, പിശാചിന് തൊടുവാൻ കഴിയാത്ത തൊഴിലങ്ങ് നൽകിയ കൃപയ്ക്കായി, പിശാചിന് തൊടുവാൻ കഴിയാത്ത സ്തോത്രം കുടുംബ ജീവിതങ്ങളെ നൽകിയ കൃപയ്ക്കായി, പിശാചിന് തൊടുവാൻ കഴിയാത്ത വിദ്യാഭ്യാസത്തെ നൽകിയ കൃപയ്ക്കായി, പിശാചിന് തൊടുവാൻ കഴിയാത്ത ശുശ്രൂഷയെ നൽകിയ കൃപയ്ക്കായി, പിശാചിന് തൊടുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളെ നൽകിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഈ ജനം ആ അനുഗ്രഹം പ്രാപിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവ് ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കിയട്ടെ. ഇവരായിരിക്കുന്ന അവസ്ഥ നോക്കാതെ, സാഹചര്യം നോക്കാതെ യേശുവേ, ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ. ഇവരുടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ. താങ്ക് യു ലോർഡ്. കാറ്റത്ത് പുക പാറിപ്പോകുന്നത് പോലെ സ്തോത്രം യേശുവിൻ നാമത്തിൽ ശരീരത്തിൽ നിന്ന് ആ രോഗാവസ്ഥകൾ, ബലഹീനതകൾ മാറിപ്പോകട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ, പുഷ്ടി വയ്ക്കട്ടെ. കിടക്കയിലായിപ്പോയത് എഴുന്നേൽക്കട്ടെ യേശുവിൻ നാമത്തിൽ. പിശാച് തകർത്ത്, ആക്സിഡന്റ് മുഖാന്തരം തകർത്ത് കിടക്കയിലായിപ്പോയത് ആക്കിക്കളഞ്ഞത് എഴുന്നേൽക്കട്ടെ. യെസ്, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന എല്ലാ പോരുകളും അഴിയട്ടെ. കുടുംബങ്ങൾക്കകത്ത് സമാധാനം, ഐക്യതയും ഉണ്ടാകട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. സ്തോത്രം. മദ്യപാന, വ്യഭിചാര, വെറുക്കൂത്തുകൾ ഭവനങ്ങൾക്കകത്ത് മാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ മുൻപോട്ടുള്ള ജീവിതം, വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. തലമുറകൾ മുഖാന്തരം കുടുംബം അറിയപ്പെടട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. IELTS, OET, പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. അവർക്ക് വേണ്ടി വഴികൾ, വാതിലുകൾ തുറക്കട്ടെ. വിസയ്ക്കായി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. വിസ വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമൃദ്ധിയുള്ള രാജ്യങ്ങളിൽ ഇവർക്കായി അങ്ങ് വഴി തുറക്കണമേ കർത്താവേ. തണുപ്പുള്ള രാജ്യത്തിലേക്കുള്ള യാത്ര പ്രതീക്ഷിച്ചായിരിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി വഴി തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ വിസ പ്രോസസ്സുകൾ സ്തോത്രം പൂർത്തീകരിക്കപ്പെടട്ടെ. സഹായികൾ എഴുന്നേൽക്കട്ടെ. സ്പോൺസർമാരുണ്ടാകട്ടെ. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. യേശുവേ, ഈ ദിവസങ്ങൾ അങ്ങോട്ട് അധികം ചേർന്ന് നിൽക്കുവാൻ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ കർത്താവ്. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. നിയമങ്ങൾ മാറ്റി എഴുതപ്പെടുന്ന കൃപയ്ക്കായി ഇവരുടെ അവകാശങ്ങൾ ഇവരിലേക്ക് തിരികെ വരട്ടെ. തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്ന സാലറികൾ ലഭിക്കട്ടെ. അവകാശങ്ങൾ തിരികെ ലഭിക്കട്ടെ. കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് യേശു നല്ല ജോലികൾ നൽകണമേ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞുള്ള കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ. ഇനി ജോലി കിട്ടത്തില്ല എന്ന് നിരാശയോടെ തളർന്നായിരിക്കുന്ന സഹോദരന്, സഹോദരിക്ക് യേശുവേ അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി അങ്ങ് മാനിക്കണമേ അപ്പാ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വേണ്ടതിലധികം പ്രാപിച്ചു കർത്താവിൻ്റെ നാമത്തെ ഇവർ ഉയർത്തട്ടെ. ബിസിനസ്സുകാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യേത പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.